മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2,40,000 കുരുന്നുകളാണ് 1-ാം ക്ലാസ്സിൽ ഇക്കുറി പ്രവേശനം നേടിയത്. സ്കൂളിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. വരുമോ? പേടിയുണ്ടോ? പേരെന്താ? എവിടെന്നാ വരുന്നേ? സ്കൂളിൽ വരെ ഇഷ്ടമാണോ? ടീച്ചർ പറഞ്ഞാ പഠിക്കണം. ആണോ? നമ്പർ പഠിക്കോ? നമ്പർ ഏതൊക്കെ നമ്പർ പഠിക്കും? 1 2 3. എവിടെ വീട്? ആണോ? സ്കൂളിൽ വരെ ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? കരച്ചിലില്ല, മഴയുമില്ല. പുത്തൻ യൂണിഫോമും ബാഗുമായി വലിയ സന്തോഷത്തിലാണ് കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക് എത്തിയത്. സ്വീകരിക്കാൻ അധ്യാപകരും സജ്ജമായിരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമെന്ന് മുഖ്യമന്ത്രി. ശാസ്ത്രപഠന മേഖലകളിൽ സംസ്ഥാനം കൂടുതൽ മികവ് പുലർത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നേട്ടങ്ങളുടെ അടിസ്ഥാനമായി വർദ്ധിച്ചവയിൽ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടുന്നുണ്ട്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട് എന്നതാണ് നാം കാണുന്നത്. 1, 3, 5, 7, 9 ക്ലാസുകളിൽ 10 വർഷത്തിന് ശേഷമുള്ള പാഠ്യപദ്ധതി പരിഷ്കാരമാണ് ഇത്തവണത്തെ പ്രത്യേകത. മറ്റു ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകം 20 വർഷമായി അത് പുതിയ പാഠപുസ്തകം വന്നിട്ടില്ല. ഈ അക്കാഡമിക് ഇയറിൽ ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകവും പുതിയ പാഠപുസ്തകം നിർമ്മിക്കുന്നത് സംബന്ധിച്ചിടത്തോളമുള്ള ആലോചന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. 223 ദിവസമുള്ള അക്കാദമിക് കലണ്ടർ പി രാജീവ് പ്രകാശനം ചെയ്തു. പ്രവേശനോത്സവ ദിവസം രക്ഷകർത്താക്കൾക്കായി പ്രത്യേക ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. 24 കൊച്ചി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.